അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു കുർത്തി എങ്ങനെ കട്ട് ചെയ്തിട്ട് നെക്കൊക്കെ തയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കുർത്തിയുടെ തുണി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 3 മീറ്റർ തുണിയാണ് എത്തിക്കുന്നത്. പക്ഷേ നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് 3 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ മതിയാവും. കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ തുണിയൊന്ന് നമ്മൾ ഇങ്ങനെ ഉള്ള ഒരു പീസ് തുണിയാണ് കേട്ടോ, നീളത്തിലുള്ളൊരു തുണിയാണ്, കണ്ടോളൂ. അപ്പോൾ അത് കണ്ട ഇങ്ങനെ മടക്കുള്ള തുണി, അതായത് ഇങ്ങനെ ഒരു മടക്കുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും ഒന്ന് മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ അളവുകൾ XXL ആണ്. എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് മെഷർമെൻറ്റ് പറഞ്ഞുതരാം, വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതെ ഇതുപോലെ മടക്കിയ ശേഷം നമുക്ക് വീണ്ടും ഒന്ന്, അപ്പോൾ ഈ തുണിക്ക് വീതി കുറവായിരിക്കും പക്ഷേ നീളമുണ്ട്. സാധാരണ നമുക്ക് ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിൽ 2.5 മീറ്റർ മതിയാവും, അതിന് വീതി ഉണ്ടാവും. ഇത് നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് 3 മീറ്റർ വേണ്ടിവരും, വീതി കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള തുണി നമുക്ക് വീണ്ടും ഒന്ന് നടുവേ ഒന്ന് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ലൈനിങ്ങും ഇതുപോലെ തന്നെ മടക്കിയെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈനിങ് ഞാനിപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത് വരെ ലൈനിങ് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ആരും പണ്ടത്തെ പോലെ താഴെ വരെ ലൈനിങ് ഒന്നും സ്ലിറ്റ് കുർത്തിക്ക് കൊടുക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കത് ഇതുപോലെ നമുക്കൊന്ന് മടക്കി വെക്കാം കേട്ടോ. അതിനുശേഷം സെയിം ഇതുപോലെ തന്നെ ലൈനിങ്ങും മടക്കി വെക്കാം. നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അത്ര ലൈനിങ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 14 ഇഞ്ച് ലെങ്ത്തോളം എടുത്തിട്ടുണ്ട്. നമുക്കത് നമുക്ക് മടക്കി മേലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടോട്ടൽ നമ്മുടെ കുർത്തിയുടെ ലെങ്ത്ത് എത്ര വേണോ അതിൻ്റെ ഒപ്പം നമുക്ക് 1 ഇഞ്ച് സീം എലമെൻസും കൂടി, 1-2 ഇഞ്ച് സീം എലമെൻസും കൂടി ഇടാം. 1.5 ഇഞ്ച് ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ, 1.5 ഇഞ്ച് സീം എലമെൻസും കൂടി ചേർത്ത് നമ്മൾ ഒരു ലൈനിങ് കൊടുക്കുക. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ലെങ്ത്ത്. ഇത് നമ്മളെന്ന് ചെയ്യുന്നത് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ഇപ്പോൾ ഇത് XXL സൈസ് ആയതുകൊണ്ട് ഷോൾഡർ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഷോൾഡറിൻ്റെ തുടങ്ങുന്ന ഒരു ഭാഗം തൊട്ട് മറ്റേ ഷോൾഡറിൻ്റെ വരെ എത്രയുണ്ടോ അതിൻ്റെ ഹാഫ് പ്ലസ് ഒരു 1/2 ഇഞ്ച് സീം എലമെൻസ് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ഷോൾഡർ എത്രയാണ് എടുത്തോ അതിന് ആം ഹോൾ എടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് നമുക്ക് 40 ആണെങ്കിൽ 40ൻ്റെ 4 10 കൂടെ 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ അങ്ങനെ 12 ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈനുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ അങ്ങ് യോജിപ്പിക്കാം. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് പോലെ നമുക്ക് ആം ഹോൾ ലൈനിൽ നിന്നും ചെസ്റ്റിലേക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും വേസ്റ്റ് ലെങ്ത്ത് എല്ലാവർക്കും 13 അല്ലെങ്കിൽ 14 ഇഞ്ചായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എത്ര, വേസ്റ്റിൻ്റെ വണ്ണം നമുക്ക് 36 ആണെങ്കിൽ 36ൻ്റെ 4 പറയുമ്പോൾ 9 വരും. കൂടെ 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുമ്പോൾ 11 ഇഞ്ച് വരും. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ വണ്ണം 21 ഇഞ്ച്, സ്ലിറ്റിൻ്റെ ലെങ്ത്ത്, സ്ലിറ്റ് എവിടെ വരുന്നത് 21 ഇഞ്ച് ലെങ്ത്ത് വരുന്നതാണ്. സ്ലിറ്റിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് 44 റൗണ്ട് വരുന്നെങ്കിൽ അതിൻ്റെ 4 പറയുമ്പോൾ 11 വരും. കൂടെ 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് പറയുമ്പോൾ 13 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ട് താഴെയുടെ വണ്ണം വന്നിട്ട് നമുക്ക് എത്ര സ്ലിറ്റിൻ്റെ വണ്ണം എടുത്തോ അതിൽ നിന്നും 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് താഴെ എടുക്കുക കേട്ടോ. ഏറ്റവും താഴെ അതിന് നമ്മൾ വണ്ണം എടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓൺലൈനായിട്ട് ടൈലറിംഗ് ക്ലാസ് വേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്കുഴി 1.5 ഇഞ്ച് കുഴിച്ച് വെട്ടി മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് പരമാവധി ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ. നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ഒരു ഇത്രയെങ്കിലും അറിയാമെങ്കിൽ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിതിലത്തെ എല്ലാ മെഷർമെൻറ്റിലും ഒരുവിധം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ബാക്കി സ്ലീവിനാണ് നമ്മൾ ഇപ്പോൾ കുർത്തിയുടെ ലെങ്ത് എടുത്ത ശേഷം അടിയിൽ തുണി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ കണ്ടോ ഇതിൻ്റെ ആ അടിവശത്തുള്ള തുണി വെച്ച് എടുത്തിട്ടുണ്ട്. സ്ലീവ് ലെങ്ത്ത് ഞാനൊരു 12 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിയിൽ നോക്കിക്കേ, ഇവിടെയാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത്. സ്ലീവിൻ്റെ കൈയിൻ്റെ റൗണ്ട് വന്നിട്ട് 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പോട് കൂടിയിട്ട് 7 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഉണ്ട് 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ടേപ്പ് എടുത്ത് നേരെ വെച്ച ശേഷം നമ്മൾ എവിടെ നിന്ന് സ്ലീവ് തുടങ്ങും അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് കൈക്കുഴിയുടെ വണ്ണം നമുക്ക് എത്രയാണോ ആം ഹോൾ വന്നത് അതിൻ്റെ ആം ഹോളിൻ്റെ റൗണ്ട് എത്രയാണോ വന്നത് അത് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ. അപ്പോൾ അതൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ കുർത്തിയുടെ മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് നടുവേ മടക്കി വെച്ച ശേഷം അതിൻ്റെ ലൈനിങ് പോർഷനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുത്ത് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ലൈനിങ് മെറ്റീരിയലും കൂടി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, അതുപോലെ തന്നെ 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കഴുത്തിൻ്റെ ഇറക്കം 5.5 മാർക്ക് ചെയ്ത ശേഷം നമ്മളത് ഇതുപോലെ ഒന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് യുവോ വിയോ സ്ക്വയറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെ വരയ്ക്കണ്ടേ? അതങ്ങോട്ട് മാറ്റി നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കുർത്തിയുടെ നമ്മളിപ്പോൾ കട്ട് ചെയ്തില്ലേ അതിൻ്റെ കുർത്തിയുടെ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ലൈനിങ് മെറ്റീരിയൽ നെക്ക് എടുത്ത് വെക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക. നെക്ക് നമ്മൾ തയ്ക്കാൻ പോവുകയാണ്. ഇതുപോലെ നമുക്ക് നെക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ വരയ്ക്കുന്നത് പോലെ നിങ്ങൾ അവിടെ നിന്നൊന്ന് തയ്ച്ചു കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമുക്ക് ചുറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ലൈനിങ് തുണിയുടെ ഉൾവശത്തോട്ട് മറിച്ചിടുക. ഉള്ളിലോട്ട് മറിച്ച ശേഷം കഴുത്തൊന്ന് പതിച്ചടിക്കുക കേട്ടോ. ഉള്ളിലോട്ട് നമുക്ക് കഴുത്തിൻ്റെ തുമ്പ് വശത്ത് പതിച്ച് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് റെഡിയുണ്ട്. അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ ഭാഗം ഹോളും ഇതൊക്കെ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്താലും ഇത് തയ്ക്കണം നിർബന്ധമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ സ്ലീവിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഫുള്ളായിട്ടുള്ള ഉണ്ടാവും കേട്ടോ.